ദിൽമാൻറ്റി എന്തിയേ? മമ്മി ഇവിടെ ഇല്ലല്ലോ, കുറച്ചാളേ വരുള്ളൂ. എന്താ കാര്യം? രണ്ടാളും കൂടി ദിൽമാൻറ്റിയെ അന്വേഷിച്ച്. എനിക്കൊരു പട്ടിക്കുട്ടീനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ വാങ്ങാൻ വന്നതാ. ഞാൻ അവനെയാണ് നോക്കണത്. ഭക്ഷണം കഴിക്കാൻ വരെ വന്നിട്ടില്ല. ഞാനിന്ന് UK പോകും. പട്ടിക്കുട്ടി വരുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകും. എനിക്കൊരു ക്രിക്കറ്റ് ബോൾ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. നിങ്ങൾ കാണുമ്പോൾ കൊണ്ടുപോക്കോ. അത് ഇവിടെ ഉണ്ട്. താങ്ക് യു അങ്കിൾ. എന്നാ ശരി, ഓക്കെ. ആഹാ, ഇവിടെ വന്നിരിക്കുക. ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നോട്ടെ. എന്താ ഈ ചേർത്ത് പിടിച്ചിരിക്കുന്നേ? മോൻ ചെറുപ്പത്തിലിട്ടിരുന്ന ഉടുപ്പാണിത്. ഇതെൻ്റെ കൂടെയുള്ളപ്പോൾ അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളോ. ഇനി മുതൽ നമ്മൾ ഒരു വീട്ടിലല്ലേ കഴിയേണ്ടത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും എല്ലാ സുഖസൗകര്യങ്ങളുണ്ടായിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് വരുന്ന ഞങ്ങളെ പോലുള്ളവർ ഉള്ളപ്പോൾ എന്തിനു വിഷമിക്കണം? പറയാം, എല്ലാം പറയാം. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായിരുന്നു. ബ്യൂറോന്ന് നിന്ന് ഹരിച്ചേട്ടനാണല്ലോ. നാളെ പെണ്ണ് കാണാൻ പോകേണ്ട കാര്യം പറയാനായിരിക്കും. ബിനു, ഹരിയടാ, അടുത്ത ദിവസം കാണാൻ പോകുന്ന പെണ്ണ് വരണ്ട എന്ന് പറഞ്ഞു. എന്തു പറ്റി? പെൺകുട്ടി നേരിട്ട് കണ്ടു, ഇഷ്ടായില്ല എന്നാ തോന്നണേ. നമുക്ക് വേറെ നോക്കാം. അതും പോയി. ആ ബിനു, നിന്തെവിടെ? ഇല്ല, ഒരു ഫോൺ വന്നപ്പോൾ തന്നതാ. എന്തായി? കല്യാണം ഉറപ്പിച്ചില്ലേ? അത് ഒഴിവായി ചേട്ടാ. എടാ തോമാ, ഇന്നലത്തെ ബാക്കിയോടെ ഇരിക്കണോടാ. ഞാൻ ദേ വരണു. ഞാൻ ആകെ തകർന്നടാ. ആ ബിനുവിൻ്റെ കല്യാണം മുടങ്ങി. അതല്ലടാ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടൻ വല്ല പണിക്കുമ്പോൾ ചേച്ചി ഇന്നലെ ഗ്യാസ് മേടിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാനാ കൊടുത്തത്. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പണിക്ക് പോവാം. ആ പറഞ്ഞോ. അതെ, ഞാൻ ഇവിടെ പൊട്ടിയിട്ടോണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റണേ? നീ വേഗം വന്നേ. നിന്റെ പണിക്കാരൻ കാറിനും കാർ പോർച്ചിനും കറുത്ത പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. കാർ പോർച്ച്, കറുത്ത പെയിന്റ്. മലയാളത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാ ശരി ബിനു. ഇവളിത് എന്തിനുള്ള പുറപ്പാടത്? ഇതുവരെ ഓടിക്കാൻ പഠിച്ചില്ലേ? ചേട്ടൻ്റെ വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടാൻ പറഞ്ഞതാണ് ഞാൻ വീഴാൻ കാരണം. എങ്ങോട്ടേക്ക് ഇറങ്ങി നടക്കണേ? ഞായറാഴ്ചയാണ് എൻ്റെ കല്യാണം. ക്ഷണിക്കാൻ പോകുന്നതാണ്. ഇതാ കല്യാണക്കുറി. ചേട്ടൻ വരണം. ഞാൻ വന്നിരിക്കും. എവിടെന്നാണ്? ഞങ്ങൾ കുറച്ചു കാലം ഇഷ്ടത്തിലായിട്ട് ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഷാജിയേട്ടൻ എന്നെ ജീവനാ. എനിക്കും അങ്ങനെ തന്നെ.
ആ അതും പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പാർക്കിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടാൻ ഇടയായി. ആ ഹരിച്ചേട്ടാ, നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ ആലോചിക്കണ്ട. എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ വന്ന് വീണോളൂ. എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. എവിടെയാ ഷാജേട്ടൻ? എന്നെ ഓർമ്മയില്ലല്ലേ? ഷാജിയേട്ടൻ്റെ ഓർമ്മയുണ്ടല്ലേ? അത് ഞാനൊരു ഷോയ്ക്ക് പറഞ്ഞതാ. അതിനെയൊക്കെ ഒഴിവാക്കി. അങ്ങേര് എനിക്ക് പറ്റിയ ആളൊന്നല്ല. എന്തു പറ്റി? അതൊക്കെ തന്നെ. കേസൊന്നും ആയില്ലേ? ഒരു കോംപ്രമൈസിന് വെച്ചു. ചെക്കൻ്റെ അമ്മാവന് കല്യാണ നഷ്ടം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കല്യാണം കൂടി 1000 രൂപ കൂട്ടിക്കൊടുത്ത് അവസാനിപ്പിച്ചു. അപ്പനും മകളും. എന്താ ആലോചിക്കുന്നത്? ഞാനും ഒരു അവിവാഹിതനാണ്. സെക്കൻഡ്സും പരിഗണിക്കും. ഞാനിനി വിവാഹം കഴിക്കുന്നില്ല. എന്നെങ്കിലും തോന്നിയാലോ? മിനുവിൻ്റെ കല്യാണം കഴിഞ്ഞാലോ? അത് കഴിയില്ല. എവിടെ നിന്ന് തൊട്ട്? എന്നാലറിയിക്കാം. ഇവന്മാരോടൊക്കെ ഒരു ഓക്കെ പറഞ്ഞാൽ ഇവർ നമ്മളെ ഭരിക്കാൻ വരും. അതോടുകൂടി നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാവും. എൻ്റെ കൂട്ടുകാരിയുടെ ചികിത്സയ്ക്കായി ബിനുവിൻ്റെ സഹായം വേണ്ടി വന്നു. ഞങ്ങളൊരു ബൈക്കിൽ പോകുമ്പോൾ ഇത് എൻ്റെ കൂടെ പഠിച്ച ഒറ്റപ്പാലംകാരി റീനയല്ലേ? അല്ല, അവൾ തന്നെ. അവളെൻ്റെ ജൂനിയറായിരുന്നു. അന്ന് കോളേജിൽ അവൾക്കൊരു കമ്പനി ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഉപദേശിച്ചതാ, കൂട്ടാക്കിയില്ല. കഷ്ടം. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട് എനിക്കറിയാം. ബിനു എന്നെ സഹായിച്ചാൽ അവിടെ കൊണ്ടുവിടാം. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോണെന്നറിയോ? എൻ്റെ കൂട്ടുകാരിക്ക് നാളെ ഓപ്പറേഷന് ബ്ലഡ് കൊടുക്കാൻ. ശരിയാണല്ലോ. ഈ 2 കൂട്ടുകാരോടും കാണിക്കുന്ന സ്നേഹത്തിന് അല്പം എന്നോട് കാണിച്ചൂടെ? ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ ഇതുവരെ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഹരിച്ചേട്ടൻ കാരണ അല്ല ഈ 1 ഡസൻ പിള്ളേർ വീട്ടിലുണ്ടായേനെ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബിനുവിൻ്റെ കൂട്ടുകാരൻ ഓട്ടോക്കണ്ണൻ ഫോണിൽ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുന്ന പെൺകുട്ടി പാലത്തിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ബിനുവും കൂടി ഓട്ടോക്കണ്ണൻ്റെ ഓട്ടോയിൽ അന്വേഷിച്ചിറങ്ങി. ദാ അവളവിടെ ഉണ്ട്. വണ്ടി നിർത്ത്. ഈ ആക്രമിച്ചാരാന്ന് എനിക്കറിയില്ല. അത് കാണിച്ചു തന്നിട്ടേ നീ ഇവിടുന്ന് പോകൂ. ഞാൻ ഇവിടുന്ന് പോകുന്ന ഉറപ്പ് നിനക്കുണ്ട്. നീ ഇവിടുന്ന് പോകുന്ന ഉറപ്പ് എനിക്കില്ല. ഞാനിപ്പോൾ വരാം.
പേടിക്കണ്ട, നമുക്ക് വേഗം ആസ്പത്രി പോവാം. ഇവനെന്താ ഫോൺ എടുക്കാത്തെ? എടാ ബിനു, ഹരിയാണ്. ദിൽമ വിളിച്ചിരുന്നു. നിന്റെ വീട്ടുകാരെ കൂട്ടി കല്യാണം ഉറപ്പിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഈ ഹരി ആരാണെന്ന്? വെറും ഹരിയല്ലാന്ന്. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രണ്ടാളുടെയും ജീവൻ നഷ്ടപ്പെട്ടു. കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടി. അവനെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായില്ല. ഞാൻ അവനെ വളർത്തി. കുറച്ച് നാളുകൾക്ക് ശേഷം അപ്പച്ചന് ഞങ്ങളൊരു ബാധ്യതയായി. അപ്പച്ചൻ്റെ നിർബന്ധപ്രകാരം മനസ്സിലെ മനസ്സോടെ കുട്ടിയെ ശിശുഭവനത്തിൽ കൊണ്ടുവിട്ടു. മോളെ മോളെ എനിക്ക് നിന്നെ കുറിച്ച് ചില പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. നിന്റെ ഭാവിക്ക് വേണ്ടി പറയാണ്, നീ അനുസരിക്കണം. എനിക്ക് ഈ മോനെ ഒഴിവാക്കി ഒരു ജീവിതമില്ല. അപ്പച്ചൻ്റെ കാലശേഷം ഞാനും മോനും തനിച്ചായിരുന്നു. ഞാൻ അവനെ വളർത്തി വലുതാക്കി. വളരുംതോറും അവൻ്റെ സ്വപ്നം UK ആയിരുന്നു. അങ്ങോട്ട് പോകാനുള്ള അവൻ്റെ എളുപ്പവഴി ഇതായിരുന്നു. എത്രയോ മക്കളെ ഞങ്ങൾ എടുത്തു വളർത്തിയതാ. അവരൊക്കെ എത്ര സ്നേഹത്തോടെയാ അമ്മമാരെ നോക്കണത്. ഈ കുട്ടി എന്താ ഇങ്ങനെ? മോനിതൊന്നും അറിയില്ലല്ലോ. ഞാൻ അവനെ എടുത്ത് വളർത്തിയതല്ലേ. ഞാൻ ആ പൈപ്പൊന്ന് നിർത്തിയിട്ട് വരാം. അജ്ഞാതമായി തുടരുന്നുപോൽ അനുസ്യൂതമൊഴുകും അലിവിൻ്റെ കാരുണ്യം അജ്ഞാതമായി തുടരുന്നു. നീ എന്നെ മറന്നില്ലല്ലേ? ഞങ്ങൾ ഇവനെ വീട്ടിൽ കൊണ്ടുപോയെങ്കിലും ഇവൻ ഭക്ഷണമൊന്നും കഴിക്കണ്ടായിരുന്നില്ല. ഒറ്റ കിടപ്പായിരുന്നു. സിൽമാൻഡിയെ കാണാനാന്ന് പറഞ്ഞപ്പോൾ ചാടി സൈക്കിളിൽ കയറി. പിന്നെ ഇറങ്ങിയിട്ടില്ല. ആർക്കും വേണ്ടാതാകുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെടും. മനുഷ്യനായാലും മൃഗമായാലും. അതാണ് കാലത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം.